എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അഭിരാമി സുരേഷ് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പുറകെ വന്ന് ഒരു കോലാഹലം. പിന്നെ നമ്മുടെ ബാല ഇന്നലെ വന്ന് രാത്രിയിലെ ഞാനത് കാണുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലുപരി അതിന്റെ കമന്റ് ബോക്സ് വായിച്ചാണ് എനിക്ക് ചിരി വന്നു. ആ പോസ്റ്റ് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. അത് ആദ്യം പറഞ്ഞേക്കാം. അല്ലെ ഇവര് ബന്ധമുള്ളവരായതുകൊണ്ട് ഇവര് ആ ഒരു കണ്ടന്റിന് പരസ്പര ബന്ധമില്ല. അപ്പൊ നമുക്ക് ബാല പറയുന്ന കേൾക്കാം. ബാലെ 10 വർഷമായിട്ട് മീഡിയ യൂസ് ചെയ്ത് ബാലെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. അപ്പൊ അത് എലിസബത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. എലിസബത്തിന്റെ ചാനൽ വഴി കുറെ സത്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് ഒത്തിരിയും പേര് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. 10 വർഷമായിട്ട് ബാലയുടെ പുറകെ നടന്ന് എലിസബത്ത് ഉപദ്രവിക്കുന്നുള്ള രീതിക്ക് പേര് പറയുന്നില്ല കേട്ടോ. ഇനി ഉപദ്രവിച്ച പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പ്രതികരിക്കും, എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ മീഡിയയും എല്ലാവരും ഞെട്ടും. അതുപോലത്തെ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇതൊക്കെയാണ് ഇരുന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ അണ്ണ വിജയ് അവിടെ നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്, അണ്ണനെ അങ്ങോട്ട് പൊക്കൂടെ, മലയാളികളുടെ പ്രഷർ ഇങ്ങനെ കൂട്ടണോ എന്നൊക്കെയുള്ള രീതിക്കുള്ള കമന്റ് ആണ് വരുന്നത്. അത് കാഴ്ച വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലർ എഴുതിയിരിക്കുന്നതാണ്, തന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു, അതായത് അമ്മ വിഷയം നടക്കല്ലേ. കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു എൻട്രി. അപ്പൊ ബാല പറയുന്നത് കേൾക്കാം. എന്റെ കാര്യം വേറെ വഴിയില്ല. അതുകൊണ്ട് പറയും 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ലോ. ഇപ്പൊ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. ആണല്ലേ, പറയാൻ പാടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൽ വയ്ക്കുന്നു, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ஆனால் മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ, അറിയാമോ? ഒന്നു വേണ്ട പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതെല്ലാം പുറത്ത് വന്നാൽ 10 കൊല്ലം 10 years ഇപ്പം എനിക്ക് വിവാഹം കഴിച്ചു. என்னுடைய വൈഫ് പിറന്ന നാളാണ്. കേസ് എന്ത് ചെയ്യുന്ന? എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കുന്നു, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാവരെയും വിളിക്കുന്നതാണ്. സത്യങ്ങൾ തുറന്നു പറയും. അപ്പം നിങ്ങൾ നെറ്റിപ്പോവും. പറ്റാതെ കൊണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. താങ്ക് യു. ആക്ടർ ബാല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്തൊന്നും ഒന്നും ആക്ട് ചെയ്തൊന്നും നമ്മൾ കാണുന്നില്ല. ആക്ട് ചെയ്തിരുന്ന കാലത്ത് നല്ല ഡീസന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എപ്പോഴോ ഒരു കിളി പോയ പോലെയും തോന്നുന്നുണ്ട്. എവിടെയോ വെച്ചൊരു കിളി പോയി. ചിലര് കമന്റ് ഇട്ട് നിനക്ക് ചേരുന്നത് ചെറുത്താൻ തന്നെയാണെന്ന്. എവിടെയോ ഒരു കിളി പോയാലൊന്നും. പിന്നെ എന്താണോ ഇനി ഇവർക്കിടയിൽ നമുക്ക് പുറമെ നോക്കുമ്പോൾ തമാശയായിട്ടും ചിരിക്കാനും ഒക്കെ തോന്നുന്ന വിഷയമാണെങ്കിൽ അവർക്കിടയിൽ എന്താ വിഷയം എന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കുറെയെല്ലാം എലിസബത്ത് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഒരു സാഡിസ്റ്റ് സ്വഭാവത്തിൽ നമ്മൾ കണ്ടതുകൊണ്ട് ഉപദ്രവിക്കുക ചെയ്ത. പണ്ട് അമൃതയുടെ ചില ഇന്റർവ്യൂവിൽ ഇവർ രണ്ടുപേരോട് ഇരിക്കുമ്പോഴും ആ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി ബാലയും അമൃതയും കൂടെ പറയുന്ന കേട്ട അമൃത വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും. കാരണം എപ്പോഴും ഒരു കളിയാക്കി താത്തിക്കെട്ടാനുള്ള ഒരു ഉണ്ടായിരുന്നു. ഒരു സാഡിസ്റ്റ് സ്വഭാവമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് ബാലയുടെ സ്വഭാവം. പക്ഷെ ബാല ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിന്റെ മുഖത്തോടെയാ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എലിസബത്ത് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരുടെ മുന്നിലും എല്ലാം വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അമൃത പറഞ്ഞിട്ടുണ്ട് കുപ്പി വെച്ചെറിഞ്ഞ കാര്യം കൊച്ചിന് കൊള്ളാൻ ഒഴിഞ്ഞത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് റിയലും റിയാലിറ്റി ഉണ്ടെന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഒരാളുടെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന സ്വഭാവമൊന്നും അല്ലല്ലോ ഒരാളുടെയും ശരിയായ സ്വഭാവം. അതിപ്പോ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം. അതൊക്കെ എടുത്ത് എങ്ങാനും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ചിലരൊക്കെ വളരെ മോശമേ പറയുള്ളൂ. അത് അവരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കയറി പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. ചിലരൊക്കെ റിയാക്ട് ചെയ്യുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ അങ്ങ് ഇറങ്ങിച്ചെന്ന് ഒത്തിരി പറയുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇത്രയും റിയാക്ഷൻ ചാനലൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും യൂട്യൂബില്
ഇരുന്നുകൊണ്ട് പൊതുജനങ്ങളെ തട്ടിച്ചു പോകുന്ന തട്ടിപ്പ് നടത്തി പോകുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് സത്യം. അതൊന്നും റിയാക്ഷൻ ചാനലുകാർ കാണുന്നില്ലെന്നുള്ളത് വേറൊരു സത്യം. മിക്കവരും രേണുസുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ പോയി കണ്ടന്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. വേറെ അതിന്റെ രേണുസുതി ഒന്നും അല്ലാതെ കളിപ്പീര് ചെയ്യുന്നവരുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അതൊന്നും റിയാക്ഷൻ ചാനൽ കാണില്ല. പിന്നെ അടുത്തത് അഭിരാമിയുടെ വീഡിയോ ഇടാം. അഭിരാമി ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റിൽ ആ കുട്ടി വന്ന് പറഞ്ഞത് വിശ്വസ്തനും മാന്യനുമായ ഒരു ആളെന്നെ ചതിച്ചു, തകർത്ത് കളഞ്ഞു, 6-7 മാസത്തോളമായിട്ട് പുള്ളിക്കാരത്തി അതിന്റെ ഒരു ഡിപ്രഷനിലാണെന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ട് വെച്ചു. അത് നേരെ മനോരമയൊക്കെ എടുത്ത് വാർത്തയാക്കിയിട്ട് മനോരമയൊക്കെ എന്താ പ്രണയ തകർച്ചയാക്കി അങ്ങ് എഴുതി. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു പോസ്റ്റാണ് അഭിരാമി ഷെയർ ചെയ്തത്. അപ്പൊ അവരത് പ്രണയ തകർച്ച. ഉടനെ തന്നെ അതിന്റെ കമന്റ് ബോക്സ് മൊത്തം തെറിവിളിയായിരുന്നു. ഇതെന്താണ്, നിങ്ങൾ ചേട്ടത്തി ഇനിത്തേക്ക് മാത്രമേ ഇങ്ങനെ എപ്പോഴും വരുന്നുള്ളൂ, നേരെ ചൊവ്വേ ജീവിക്കണം, സമയത്ത് കല്യാണം കഴിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞ് വളരെയധികം എല്ലാവരും എടുത്തിട്ട് പൊങ്കാലയായിരുന്നു അഭിരാമിക്ക്. അപ്പൊ അഭിരാമി ഇന്ന് വന്ന് അതിന്റെ സത്യം പറഞ്ഞിട്ടുണ്ട്. പ്രണയ തകർച്ചയൊന്നും അല്ല, പുള്ളിക്കാരത്തി ഒരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ്സിന് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളിപ്പോ ഒരു ബാങ്കിൽ പോയി ലോൺ ചോദിച്ചാൽ അവര് എന്നൊക്കെ പറഞ്ഞ് കുറെ നിയമങ്ങളൊക്കെ പറയും. പക്ഷെ ഇതിനിടയ്ക്ക് മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന ചിലരുണ്ട്. അവര് നമുക്ക് ഇത്രയും തുക മേടിച്ചു തരാം ലോൺ എന്ന് പറയും. ആ തുകയുടെ ഒരു കമ്മീഷനൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അത് കിട്ടുന്നതിന് മുന്നേ ഒരു അഡ്വാൻസ് കൊടുക്കുക, കിട്ടി കഴിയുമ്പോൾ ബാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പരിപാടിയാണ്. അവർ ബാങ്ക് മാനേജരും ഒക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാം ഓക്കെ ആകും. പേപ്പറുകളൊക്കെ ശരിയാക്കാനും നമ്മളെ സഹായിക്കും. അങ്ങനെ ലോൺ എടുത്തു തരുന്ന വ്യക്തികൾ. അങ്ങനെ കുറെ വർഷം മുന്നേ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പൊ പുതിയ രീതിയിലും ഭാവത്തിലും അതൊരു മാറ്റം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അഭിരാമി എന്തോ ഇൻസ്റ്റ പോസ്റ്റ് ഇട്ട് അതിന്റെ താഴെ കമന്റ് വന്ന് ഇങ്ങനെ ലോൺ എടുത്ത് സഹായിക്കുന്നത്. അപ്പൊ ബിസിനസ്സിൽ കോടികളൊക്കെ എടുത്ത് കൊടുക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അഭിരാമി അയാൾ പറയുന്നതെല്ലാം വിശ്വസിച്ചു. എന്നിട്ട് അഭിരാമി അയാൾ ചോദിച്ചു, വൻ തുകയാണ് പുള്ളിയുടെ പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ ചോദിച്ചാൽ അതൊന്നും കൊടുത്തില്ല, പകുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഏകദേശം ലോൺ കിട്ടാറാകുന്ന ആ സമയമായപ്പോ തൊട്ട് ഈ വ്യക്തി അപ്രത്യക്ഷനായി. പടയെന്ന് വൻ പ്രതീക്ഷയും പല കാര്യങ്ങളിൽ ഈ ലോൺ കിട്ടുമെന്ന് കരുതി പല കാര്യങ്ങളെയും കമ്മിറ്റഡ് ആകുകയും ഒക്കെ ചെയ്തു. 8-10 താഴോട്ടിട്ട് അപ്പം ആകെ ഡൗൺ ആവൂല്ലോ. നമ്മൾ വൻ ഡൗൺ ആണ്, തകർച്ചയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി ആകെ ഒരു ഡിപ്രഷൻ പോലെ ആയെന്നാണ് പറയുന്നത്. അപ്പൊ അത് കേൾക്കാം. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസിനും ഒക്കെയും വേണ്ടിയിട്ട്, അതുപോലെ കുറച്ച് സീഡ് ഫണ്ടിങ്ങിൻ്റെയും ഒക്കെയും കാര്യങ്ങൾക്ക് ഒരു പേ ബാക്ക് എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു ഒരാൾ പോപ്ഡ് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു കാര്യത്തിനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന മെസ്സേജസ് നമ്മളങ്ങനെ അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളല്ല. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു. ആൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ്, നിങ്ങൾക്ക് വേണ്ട പോലത്തെ കസ്റ്റമൈഡ് ആയിട്ടുള്ള ലോൺ പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആവശ്യകത കാരണവും എൻ്റെ ബിസിനസ്സിനോടുള്ള എൻ്റെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം അയാൾ പറഞ്ഞതിലൊക്കെ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി. അതായത് ഒരു വലിയ എമൗണ്ട് പ്രോമിസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ CAയുടെ ചാർജസ്, അയാളുടെ പ്രോസസ്സിങ് ഫീ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യത്തിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഒരു റാൻഡമായിട്ട് വരുന്ന ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് അയാൾ ചോദിച്ച് അത്രയും എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുറച്ച് couple of lakhs I happen to pay that guy. ആൻഡ് ഇതിൻ്റെ ഒരു ഈ എമൗണ്ട് നമുക്ക് ഡിസ്പേഴ്സ് ആവുമെന്ന് പറഞ്ഞ ആ ദിവസം ഇയാൾ ഡിസപ്പിയർ ആവുകയാണ്. ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ എല്ലാ അരമണിക്കൂറും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ്, ഇതിങ്ങനെയാകുന്നു, ഇത് ഈ പേപ്പർ വർക്ക് ഇങ്ങനെയായി, അതെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരുമായിരുന്നു. പിന്നെ ഇത് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്പറിൽ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്പർ ഓഫ് ആവുന്നു, അങ്ങനെ ഭയങ്കര സീൻ. അങ്ങനെ ഒരു മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി പണി കിട്ടിയതാണെന്ന്. അപ്പോൾ എനിക്ക് അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ സ്വപ്നത്തെ വെച്ചിട്ടാണ് ആൾ കളിച്ചത്. അപ്പോൾ അതും നമുക്ക് പരിചയമൊന്നുമില്ല എന്ന് വെച്ചാൽ യാതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ ബ്രേക്കായി. എനിക്ക് എല്ലാവരോടും ഒന്നും അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള എനിക്കതിനുള്ളൊരു മെൻറ്റൽ സ്ട്രെങ്ത് കിട്ടിയില്ല ആ സമയം. അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉണ്ടായ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ബിസിനസ് പരമായിട്ട് വോട്ടെവർ പ്രൊഫഷൻ റിലേറ്റഡ്. അപ്പോൾ ഫിനാൻഷ്യൽ സീൻസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊട്ടത്തരങ്ങളിൽ പോയി വീടരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഇത്.
അഭിരാമി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റുള്ള ആൾക്കാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരത്തി ഈ വീഡിയോ ചെയ്തതെന്നാണ്. പക്ഷേ എന്ത് വീഡിയോ ചെയ്താലും മലയാളികൾ കുറേ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നെത്തും. യൂട്യൂബിൽ തന്നെ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. ചാനലുള്ളവർ പല രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇതിലെല്ലാം ചെന്ന് വീണ് കൊടുക്കുന്നുണ്ട് മലയാളി. എത്ര പഠിച്ചാലും പഠിക്കുകയല്ലേ. എന്തെങ്കിലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കുറെ പൊന്നെ ചക്കരെ കരളയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിച്ച് താഴെ നിൽക്കുന്ന കുറെ അധികം സ്ത്രീകളാകട്ടോ, പുരുഷന്മാരല്ല. ഇന്നലെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞു, സ്ത്രീകളുണ്ട്. കുറെ വിശ്വാസത്തിലെടുത്ത് യ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. അവസാനം പണി കിട്ടി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ അവർ ആ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, മുങ്ങിയിട്ടുണ്ടാവും ചിട്ടിക്കമ്പനിയൊക്കെ പോലെ. അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പൊ അഭിരാമി നിങ്ങൾക്കൊക്കെ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.